ശ്രദ്ധിച്ചിനോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹൈറിച്ച് കമ്പനി കേസ് ആകുന്നതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്, കണ്ണാടിക്കാരനും പിന്നെ അതിൻ്റെ സംഘങ്ങളും. എന്താ പറയുന്നത് വെച്ചാൽ ഹൈറിച്ച് തട്ടിപ്പ് കമ്പനിയാണ്, പൂട്ടിപ്പോയെന്ന് പറഞ്ഞു. അയാൾ ഇന്നും അതേ പല്ലവിനാണ് പാടിക്കൊണ്ടിരിക്കുന്നത്, തട്ടിപ്പാണ്, പൂട്ടിപ്പോയി. പക്ഷെ ഇങ്ങൾക്കെല്ലാം അറിയാലേ എന്താ സംഭവം. ഇപ്പോൾ കേസായിട്ടാണുള്ളത്, കോടതിയിലാണുള്ളത്. കോടതിയിൽ നിന്ന് ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു കേസാണ്. നമ്മളിപ്പോൾ ഒരാൾ പറയുമല്ലോ, ഒരാൾ കുറ്റം ആരോപിക്കുകയാണ്, പക്ഷെ കുറ്റം ആരോപിക്കപ്പെട്ട ആള് കുറ്റം ചെയ്തെന്നുള്ളത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷെങ്കിലും വീണ്ടും അതേ പല്ലവി തന്നെയാണ്, തട്ടിപ്പാണ്, പൂട്ടിപ്പോയി. ന്യൂസുകൾ വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ 5 കോടി പബ്ലിക് പ്രോസിക്യൂട്ടറിന് കൊടുക്കാൻ ശ്രമിച്ചു എന്നോ അല്ല കൊടുത്തുന്നോ അങ്ങനെ എന്തോ ഒരു ന്യൂസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ CBIക്ക് കേസ് കൊടുത്തെന്നുള്ളൊരു ന്യൂസ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ സാജൻ സക്കീറിയ എന്ന് പറഞ്ഞൊരു ബ്ലോഗർ, അതായത് ഒരു ന്യൂസ് ബ്ലോഗർ, അദ്ദേഹത്തിൻ്റെ കുറച്ചൊരു വീഡിയോ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനു മുമ്പ് തന്നെ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു സ്ഥാപനം, ഹൈറിച്ച് എന്ന സ്ഥാപനം, നമ്മൾ അതിൽ ജോയിൻ ആയ സമയം തൊട്ടിട്ട് ഇതുവരെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പേയ്മെൻറ്റ് ബ്ലോക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് കൊടുത്ത് കമ്പനിയിൽ നിന്ന് അക്കൗണ്ട് ഫ്രീസ് ആയതിനു ശേഷം നമുക്ക് കിട്ടാതായി. അതുകൊണ്ട് ഒറ്റൊരു കാരണം കൊണ്ട് നമുക്ക് കിട്ടാത്തത് അല്ല, ഇന്നും നമുക്ക് കിട്ടും. നമ്മളിപ്പം അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ മൊത്തം ഉണ്ടായത് ആ കേസും അക്കൗണ്ട് ഫ്രീസിങ്ങും പിന്നെ അതേപോലത്തെ കുറേ നൂലാമാലകളും കൊണ്ടാണ്. ഒരു കാര്യം പറയട്ടെ, ഈ ഒരു കേസായത് കൊണ്ട് ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. ഇനി കേസ് പല പോരായ്മകളും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ ഹൈറിച്ച് കമ്പനിക്ക് പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ 100% വിശ്വാസം. പിന്നെ 5 കോടി കൊടുത്തു എന്ന് പറഞ്ഞത് അതൊരു വോയിസ് ക്ലിപ്പിൻ്റെ ഇതായിട്ടാണ് വന്നത്. വോയിസ് ക്ലിപ്പ് കിട്ടുന്ന ഒരു സ്ത്രീയുടെ അത് നേരെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു, ആളുകൾ പാനിക്കാകുന്നു ചിലർ. പക്ഷെങ്കിൽ ഹൈറിച്ചിനെ വിശ്വസിക്കുന്ന ആളുകൾ അത് കേട്ടിട്ടൊന്നും പാനിക് ആയിട്ടില്ല. എന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ വോയിസ് ദുരുപയോഗം ചെയ്തതാണ്. അതിൻ്റെ ഓപ്പണായിട്ട് അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞത്, അതിനെതിരെ അവർക്കും കേസ് കൊടുക്കുക. അവരുടെ വോയിസ് ദുരുപയോഗം ചെയ്തതാണല്ലോ. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന് 5 കോടി കൊടുത്തിട്ട് വശീകരിക്കാൻ നോക്കിയെന്ന് പറഞ്ഞത് അതുപോലെ ഇല്ലാ കഥയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ CBIക്ക് കേസ് കൊടുക്കുന്നുള്ളത് അതും ഇല്ലാ കഥയാണ്. കാരണം എന്ന് വെച്ചാൽ ED എന്നൊരു അത്ര വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അത് അവർ കേസ് അതിൻ്റെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോടതിയിലാണുള്ളത്. കോടതിയിലും ഓരോ ഹിയറിങ് കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതും ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താ വിചാരിക്കുന്നത്, എങ്ങനെയെങ്കിലും ക്ലിയറായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളത്. കാരണം നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു കമ്പനിയാണ്. പിന്നെ ഇതിനെതിരെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അതെന്താന്ന് പറഞ്ഞാൽ അവരെ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ കമ്പനിയെ അടച്ച് പൂട്ടാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ, കാരണം അവർക്ക് അതിലൂടെ വേറെന്തോ ലാഭമുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇതിലൂടെ കമ്പനിയിൽ ജോയിൻ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുന്ന കണ്ടിട്ട് ആൾക്കാർക്ക് അസൂയ മൂത്തിട്ടുള്ള ആൾക്കാർ. പിന്നെ മൂന്നാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച ആൾക്കാർക്ക് കണ്ടെല്ലാം മഞ്ഞയായിട്ട് കാണുന്നത്. എന്നുവെച്ചാൽ ഒരാളൊരു ചൂടുവെള്ളത്തിൽ വീണ ഒരാളാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഇതിപ്പോൾ ഒരു പച്ചവെള്ളമാണ്, ചൂടുവെള്ളമല്ല. അപ്പോൾ ഈ പച്ചവെള്ളത്തിനെ പോലും അവർ കണ്ടിട്ട് പേടിക്കുകയാണ്. ഈ കമ്പനി ഇന്ന രീതിയിലാണ് ഉള്ളത്, അവരെ മനസ്സിലങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ യാതൊരുവിധ ഇതുമില്ല, വാസ്തവമില്ല. ഇത് ശരിക്കും നല്ല ജെന്യൂനായിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു കമ്പനി. അപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല 100% ആ കമ്പനി തിരിച്ചു വരും, അതിലൂടെ ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇതുവരെ എത്രയോ കുടുംബങ്ങൾ അതുകൊണ്ട് ജീവിച്ചിട്ടുണ്ട്. ഇനിയും അത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വേറെ മെയിൻ കാര്യം എന്നറിയാം, നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങാതിരിക്കുക. ഭയപ്പെടുത്താൻ ആളുകൾ പലരും ഉണ്ടാവും, പക്ഷെങ്കിൽ ഭയപ്പെടാതെ മുന്നോട്ട് പോവുക.
നല്ലൊരു കമ്പനിയാണ്, നല്ല രീതിയിൽ തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.